അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തന്ന നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസ് ഇങ്ങനെയാണ്: അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖാനുഭൂതികളെ മുറിച്ചു കളയുന്ന ആ കാര്യത്തെ തൊട്ട് നിങ്ങൾ സദാ ഓർക്കണേ, നിങ്ങൾ ധാരാളം ഓർക്കണേ. എന്താണ് പ്രിയപ്പെട്ടവരെ ആ സുഖാനുഭൂതികളെ മുറിച്ചു കളയുന്ന ആ ഒരു കാര്യം? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പരിചയപ്പെടുത്തി. യഅനി അൽ മൗത്ത്, അതായത് അത് മരണമാണ്. ഈ ലോകത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയായ മരണം. ആ മരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ, അധ്യാപനങ്ങളിലൂടെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്.
നീ നാളെ എന്ത് സമ്പാദിക്കുമെന്നോ, നീ നാളെ എവിടെ വെച്ച് മരണപ്പെടുമെന്നോ നിനക്കറിയില്ല എന്ന റഹ്മാനായ റബ്ബിൻ്റെ വചനവും, മറ്റൊരായത്ത് കുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ ഓടിയൊളിക്കുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, എന്നിട്ട് റഹ്മാനായ സന്നിധിയിലേക്ക്, റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ യാത്രയയക്കുമെന്ന ആയത്തും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, എല്ലാ നഫ്സുകളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നാളെ ഖിയാമത്ത് നാളിൽ, നാളെ വിചാരണയുടെ നാളിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നുള്ള അങ്ങനെ ഒട്ടനവധി ആയത്തുകൾ, അധ്യാപനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മരണപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഏത് സമയത്താണ്, അടുത്ത സെക്കൻഡിലാണോ, അടുത്ത മിനിറ്റിലാണോ, അടുത്ത ദിവസമാണോ, ഒരു കൊല്ലത്തിന് ശേഷമാണോ, ഒരാഴ്ചയ്ക്ക് ശേഷമാണോ, നമുക്കറിയില്ല. എന്തായാലും മരണപ്പെടും. ആ മരണപ്പെടുന്ന സമയത്ത് മുഅ്മിനായി, മുസ്ലിമായി, ഈമാനോടുകൂടി മരണപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മേലിലുള്ള ബാധ്യത. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ അത് 4 എണ്ണമാണ്. ഒന്ന് ഫിൽ അർഹാം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരുന്നു ആ ഫിൽ അർഹാം എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ, എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രിയപ്പെട്ടവരെ 9 മാസവും നിശ്ചിത ദിവസവും പൂർത്തീകരിച്ച് ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന ആ മനോഹരമായ രംഗം. രണ്ടാമത്തത് ഫില്ലർലാണ്, ഈ ഭൂമി ലോകത്ത് റഹ്മാനായ റബ്ബ് 40, 50, 60, 70 അതല്ല എങ്കിൽ വളരെ കുറഞ്ഞ ആയുസ്സോ ഈ ഭൂമി ലോകത്ത് നമുക്ക് ജീവിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ആ മുൻഗാമികളായ സഹാബത്ത് പറഞ്ഞതുപോലെ, നിങ്ങൾ പ്രദോഷത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾ പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ പ്രഭാതത്തിലാണോ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ അധ്യാപനം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിത കാലയളവ്, അത് 60 ആകാം, 70 ആകാം, 110 ആകാം, നമുക്കറിയില്ല. മൂന്നാമത്തത് ഫിൽ ബർസഖാണ്. ഫിൽ ബർസഖാണ്, ഒരു കൂരിരുട്ടുള്ള ആ ഒരു ഗർഭപാത്രം എന്നുള്ള അറകളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭൂമിലോകത്തിൻ്റെ വായുവും വെളിച്ചവും ഭൂമിലോകത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും അയവർക്കിക്കൊണ്ട് ജീവിച്ച മനുഷ്യൻ വീണ്ടും ഒരു ഇരുട്ടറയിലേക്ക് പോകുന്നു. ഫിൽ ബർസഖ് എന്ന ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്. ആ മരണം നമുക്കറിയാം. നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സമയം വരെയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ എടുത്തു വെക്കുക? കേവലം മണിക്കൂറുകളോ, മാക്സിമം പോയാൽ ഒരു ദിവസമോ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല. കുളിപ്പിക്കാനായില്ലേ, അങ്ങനെ കുളിപ്പിക്കാൻ വെച്ചു. കഫൻ ചെയ്യുകയല്ലേ, കഫം ചെയ്തു. പിന്നീട് എടുക്കാനായില്ലേ, അങ്ങനെ ആ മയ്യത്തെടുക്കുകയും ചെയ്തു. ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ഖബർസ്ഥാന് ലക്ഷ്യമാക്കി, മഹല്ല് പള്ളി ലക്ഷ്യമാക്കി നമ്മെ കൊണ്ട് വഹിച്ചു പോവുകയാണ്. ആ പള്ളിയിലെത്തിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി നമസ്കരിച്ചു കഴിഞ്ഞു. വീണ്ടും ആ മയ്യത്ത് കട്ടിലെടുത്ത് കള്ളിച്ചെടികളാൽ നിബിഡമായ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ച് 6 അടി മണ്ണിലേക്ക് അതിൻ്റെ യഥാക്രമം നമ്മെ ഇറക്കി വെക്കുന്നു. അവിടെ മുതൽ തുടങ്ങി പ്രിയപ്പെട്ടവരെ ബർസഖിയായ ആ ഒരു ജീവിതം എന്നുള്ളത്. ആ ബർസഖിനെ കുറിച്ച് ഞാനും നിങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കുട്ടിക്കളികളോ ചില മറ്റുള്ള എന്തെങ്കിലും കളിത്തമാശകളോ അല്ല ബർസഖ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. ഒരു പക്ഷേ ദജ്ജാലിനെയോ യഹ്ജൂജ് മഹ്ജൂജിനെയോ ഈസാ നബിയെയോ നമ്മൾ കാണണമെന്നില്ല, നമ്മൾ വരവേൽക്കണമെന്നില്ല. പക്ഷേ മരണമെന്ന യാഥാർത്ഥ്യത്തെ പുലുകാതെ, അയവർക്കാതെ, ആസ്വദിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്ന് ഒരാൾ പോലും വിട പറയില്ല. ബർസഖ് എന്ന ആ ലോകം, ആ ഒരവസ്ഥ അനുഭവിച്ചറിയാതെ ഈ ലോകത്ത് നിന്ന് ആരും വിട പറയുകയില്ല. മരണത്തിൽ നിന്ന് ആർക്കും ഒഴിവല്ലെന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അതേ, ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്ന നാൾ വരെ അവർ ബർസഖിലായിരിക്കും. എന്താണ് ബർസഖ് എന്ന് പണ്ഡിതന്മാരെ
കൃത്യമായി പഠിപ്പിച്ചു നൽകി. അൽ ബർസഖു അൽ ഹാജിസു അവിൽ ഹായിലു ബൈന ശൈഇൻ, രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു മറയാണ് ബർസഖ്. രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ഒരു മറയാണ് ബർസഖ്. മുഫസ്സിരീങ്ങളെ എന്താണ് ബർസഖ് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശമൊന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽ ബർസഖു മാ ബൈനൽ മൗതി വൽ ബഅസ്, അതെ, ഉയർത്തിയെഴുന്നേൽപ്പിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു കാലഘട്ടം, അതിനാണ് ബർസഖ് എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണ രൂപത്തിൽ നമ്മൾ മരണപ്പെട്ടു, നമ്മളെ മഹല്ല് പള്ളിയിൽ കബറടക്കി, ആ വ്യക്തിക്ക് മാത്രമാണോ ബർസഖ് ഉള്ളത്? ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമുറ്റത്തുമൊക്കെ ഒരുപാട് മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനിയും 100 ചില്ലാന ആളുകളെ അവരുടെ ജഡങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന വാർത്തകൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് ബർസഖില്ലേ? അവർക്കും ബർസഖുണ്ട്. കുളത്തിൽ മുങ്ങി മരിച്ചവനും പുഴയിൽ കാണാതായവനും കടലിലെ തിരമാലകൾക്കുള്ളിലേക്ക് പോയി ആഴിയിലേക്ക് നീന്തി തുടിച്ച അങ്ങനെ മരണപ്പെട്ടവർക്കും ബർസഖുണ്ട്. ബർസഖ് എന്നുള്ളത് 6 അടി മണ്ണിലെ നമ്മുടെ ജഡം കബറടക്കിയവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു മറയാണ്. നാളെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെയുള്ള ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ള ആ ഒരു മറയാണ്. മണ്ണിൽ മറമാടപ്പെട്ടവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ബർസഖ് ഉണ്ട് എന്ന ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, ആ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ബർസഖിൽ നിന്ന് എപ്പോഴാണ് നമുക്ക് മോചനം? വഅന്നസ്സാഅ ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അതേ, നിങ്ങളിലേക്ക് ആ അന്ത്യസമയം വന്നു വരിക തന്നെ ചെയ്യുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറുകളിൽ നിന്ന് നമ്മെ ഉയർത്തി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം അതുവരെയും നമ്മൾ എവിടെയാ? നാളെ ഖബറിലാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ ഖബർ ആർക്കുള്ളതാണ്? എല്ലാവർക്കും ഉള്ളതാണ്. സത്യവിശ്വാസിയുടെ ഖബർ എങ്ങനെയാ? സത്യവിശ്വാസിയുടെ ബർസഖി ലോകം എങ്ങനെയാ? എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിശ്വാസിയുടെ ഖബറിടം എങ്ങനെയാണ്? അവിശ്വാസിയുടെ ബർസഖി ലോകം എങ്ങനെയാണ്? സത്യവിശ്വാസിയുടേതാണെങ്കിൽ സൗഖ്യം നിറഞ്ഞതാണ്. എന്നാൽ തെമ്മാടിയുടേതാണോ അത് ദുഃഖങ്ങളും ശിക്ഷകളും നിറഞ്ഞതാണ്. ദുനിയാവിൽ ഒരുപാട് ആസ്വദിച്ച് ഒരുപാട് അനുഭവിച്ച് ജീവിച്ചവരുണ്ട്, സുഖസൗകര്യങ്ങളോടുകൂടി ജീവിച്ചവരുണ്ട്, ആനന്ദങ്ങളിലും ആഹ്ലാദങ്ങളിലും തിമിർത്താടിയവരുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു ലോകമാണ് പ്രിയപ്പെട്ടവരെ നാളെയുടെ ബർസഖി ലോകം എന്നുള്ളത്. അവിടെ നമുക്ക് കിടക്കയില്ല, ശീതീകരിച്ച ബെഡ്റൂമുകളില്ല, തലയിണകളില്ല, പുതപ്പുകളില്ല, ഇണയില്ല, കൂട്ടിനാരുമില്ല, ബന്ധുമിത്രാദികളില്ല. കറുത്തവനും വെളുത്തവനും പുരുഷനും സ്ത്രീയും എല്ലാവരും 6 അടി മണ്ണിലാണ്. അതല്ല എങ്കിൽ ആ ബർസഖി ലോകത്ത് ഒരുപോലെയാണ് എന്ന അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനം. അവിടെ ആര് രക്ഷപ്പെടും? സത്യവിശ്വാസികൾ രക്ഷപ്പെടും. അവിടെ ആര് പ്രയാസപ്പെടും? അവിശ്വാസികൾ പ്രയാസപ്പെടും. നമ്മെ ഖബറിലേക്ക് കൊണ്ടുവച്ചാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും റഹ്മാനായ റബ്ബ് നമ്മുടെ സങ്കേതം കാണിച്ചു തരുമെന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതേ, സ്വർഗീയവാസിയാണോ? സ്വർഗീയ കാഴ്ചകളാണ്, സ്വർഗീയ വസ്ത്രങ്ങളാണ്, സ്വർഗീയ അനുഭൂതികളാണ്, സ്വർഗീയ പരിമളങ്ങളാണ്. നരകീയവാസിയാണോ? നരകീയ വസ്ത്രങ്ങൾ, നരകത്തിൻ്റെ പേടിപ്പെടുത്തുന്ന ഭയവിഹ്വലമായ കാഴ്ചകളാണ്. കാണാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ആ കാഴ്ച എവിടെ മുതലാ? നമ്മളെ ഖബറിലേക്ക് വെച്ച മുതൽ. അതാണ് പ്രിയപ്പെട്ടവരെ ബർസഖ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. കാന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബറിൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം നിൽക്കുമായിരുന്നു. വെറുതെ നിന്നതല്ല പ്രിയപ്പെട്ടവരെ, കാഴ്ചകൾ കാണാൻ നിന്നതല്ല. ബക്കാ, അദ്ദേഹം കരയുമായിരുന്നു.
വെറും ചെറിയ രൂപത്തിലുള്ള കരച്ചിലല്ല. ഹത്താ യബുല്ല ലഹിയതഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിരോമങ്ങള്, അതേ തിങ്ങി തിങ്ങി നിന്ന കാണാൻ ഭംഗിയുള്ള ആ താടിരോമങ്ങള് നനഞ്ഞു കുതിരുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ ആ രൂപത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിരുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, തുദ്കറുൽ ജന്നത്തു വന്നാറു ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോ, അതല്ല എങ്കിൽ നരകത്തെക്കുറിച്ച് ഓർക്കുമ്പോ, നരകത്തെക്കുറിച്ച് പറയുമ്പോ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോ താങ്കൾ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ ഈ ഖബറിനെ കാണുമ്പോ ഖബറിനെ കുറിച്ച് താങ്കൾ എന്തേ ഇങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുകയാണ്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പ്രിയപ്പെട്ടവരെ, നാളെ ആഖിറത്തിലേക്കുള്ള, നാളെ പാരത്രിക ലോകത്തേക്കുള്ള ഒന്നാമത്തെ ഇടമാണ് ഖബർ. ഇനി പറയുന്ന കാര്യങ്ങള് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ കൊത്തിയിടേണ്ടതുണ്ട്. ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ പിന്നീട് അതിന് ശേഷമുള്ളത് അവന് എളുപ്പമാണ്. എന്നാലോ വഇല്ലം യൻജോ, ആ ഖബറിന്റെ അന്ധകാരങ്ങളിൽ നിന്ന്, ആ ബർസഖിയായ ലോകത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഫമാ ബഅദഹു അശദ്ദു മിൻഹു, പിന്നീടോ അതിനുശേഷമുള്ള അവസ്ഥ എന്താ? അത് ഏറെ കഠിനമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്, താങ്ങാൻ കഴിയാത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ റഅയ്തു മൻളറൻ ഖത്തുൻ ഇല്ലൽ ഖബറു അഫ്ളഉ മിൻഹു, ഖബറിനേക്കാൾ ഭീകരമായതും മോശമായതുമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ലെന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുകയാണ്. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയുടെ ഖബർ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്, ലൗ തഅലമൂന മാ അലം ലലഹിക്തും ഖലീലാ വലബകൈതും കസീറാ. സ്വഹാബ, ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങളെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലലഹിക്തും ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, എന്നാലോ വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളം ധാരാളം കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹിന്റെ അധ്യാപനം. ആ ഖബറ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കാനുള്ളതാണ്. ഖബറിൻ്റെ ഒരു ഇടുക്കുണ്ട്. നമുക്കറിയാം, ഖബർസ്ഥാനിൽ പോയി നമ്മളിങ്ങനെ ആ മയ്യത്തിങ്ങനെ വെക്കുന്നതും ആ മയ്യത്തിൻ്റെ ശരീരത്തിലേക്ക് മണ്ണിടുന്നതും നമ്മളൊക്കെ അതിന് സാക്ഷിയായിട്ടുണ്ട്. എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഒരു മയ്യത്തിനെ നമ്മൾ വെക്കുക, ഒരു തോർത്തുമുണ്ട് പിടിച്ച് വീഴാതെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഖബർ ഇടുങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖബർ, രണ്ടാമത്തെ ഖബർ ഇടുങ്ങുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ള പറയാണ്, മഹദി ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് നിവേദനം ചെയ്യുന്നത്, ഇന്നലിൽ ഖബരി ലഗ്തതൻ, ഖബറിനൊരു ഇടുക്കമുണ്ട്. ലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ നജാ സഅദ് ബിൻ മുആദ്. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു. ഏതാ പ്രിയപ്പെട്ടവരെ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായ അവസ്ഥ, ആ ഒരു അവസ്ഥയെ അതേ അള്ളാന്റെ ദീനെ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഹാദല്ലദീ തഹറക ലഹുൽ അർശ്,
അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയില്ലേ? വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശ ഗോപുരങ്ങൾ തുറന്നില്ലേ? വശഹിദഹു 70,000 മിനൽ മലായിക, 70,000 മലക്കുകൾ സാക്ഷ്യം വഹിച്ചില്ലേ? ആ ഒരു മരണം, ആ സ്വഹാബി വര്യനടക്കം ആ ഖബറിന്റെ ഇടുക്കമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലഖദ് ളുമ്മ ലമ്മതൻ, അതേ ആദ്യം അദ്ദേഹത്തെ എടുക്കുകയും ഫുമ്മ ഫുർരിജ അൻഹു, പിന്നീട് വിടുകയും ചെയ്തു. ഈ ഖബറിന്റെ ഇടുക്കം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതാണ് പ്രിയപ്പെട്ടവരെ ബർസഖിയായ അവസ്ഥ. മറ്റൊരു കാര്യം നോക്കിയേ, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്, ഇന്നൽ അബ്ദ ഇദാ വുദിഅ ഫീ ഖബരിഹി വതവല്ല അൻഹു അസ്ഹാബുഹു ഇന്നഹു ലയസ്മഉ ഖറഅ നിആലിഹിം. നമ്മളിങ്ങനെ ഒരു മയ്യത്ത് ഇങ്ങനെ വെച്ച് ആ മയ്യത്തൊരു ചാണ് വരെ ഇങ്ങനെ പൊന്തിച്ച് മണ്ണൊക്കെ ഇട്ട് തസ്ബീത്തൊക്കെ ചൊല്ലി അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ ആ മയ്യത്തിന് മലക്കുകളെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണേ തുടങ്ങിയ, അതല്ല എങ്കിൽ മറ്റ് തസ്ബീത്തുകളൊക്കെ ചൊല്ലി നമ്മളിങ്ങനെ പിരിഞ്ഞു പോരുന്ന ആ ഒരു യാത്രയുണ്ടല്ലോ, ആ ചെരുപ്പടി ശബ്ദം അവിടെ കിടക്കുന്ന ഖബറാളികൾക്കും. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഅതീഹി മലക്കാൻ, 2 മലക്കുകൾ കടന്നു വരികയാണ്. അവരാ മയ്യത്തിന്റെ അരികിലിരിക്കുകയാണ്. ഫയഖൂലാനി, ആ മലക്കുകളെ ഇരുപേരും ചോദിക്കുകയാണ്, മാ കുൻത തഖൂലു ഫീ ഹാദർ റജുൽ, ഈ വ്യക്തി ആരെന്നറിയോ? ഈ വ്യക്തി ആരെന്നറിയോ? 1400 ചില്ലാന വർഷങ്ങൾക്ക് മുമ്പ് ജസീറത്തുൽ അറബിന്റെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിയോഗിതനാവുകയും ലോക മുസ്ലിമീങ്ങൾക്ക് മാനവികതയുടെ മാർഗദർശനം പഠിപ്പിച്ചു തരികയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ സിഫാത്തുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, റസൂലുള്ളാഹിനെ നമ്മൾ കണ്ടിട്ടില്ല. നാളെ ഞാൻ മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ ഖബറിൽ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് മലക്കുകൾ ചോദിക്കില്ലേ, ഫീ ഹാദർ റജുൽ, ഈ വ്യക്തിയെ കുറിച്ച് ഇതാരാണെന്ന് ചോദിക്കും. ഫഅമ്മൽ മുഅ്മിനൂ, മുഅ്മിനീങ്ങൾ പറയും, പ്രവാചകനെ കാണാത്ത മുഅ്മിനീങ്ങൾ പറയും, അശ്ഹദു അന്നഹു അബ്ദുല്ലാഹി വറസൂലു, അത് അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ്. എന്നാലോ പ്രിയപ്പെട്ടവരെ, ഒരു കാഫിറാകട്ടെ, റസൂലുള്ളാഹിനെ കണ്ട വ്യക്തിയാകട്ടെ, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചവനാകട്ടെ, അവന്റെ മുന്നിൽ ഇങ്ങനെ റസൂലുള്ളാഹിനെ കൊണ്ടുവന്നുകൊണ്ട് ചോദിക്കുമ്പോ അവന് മറുപടി പറയാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കിയതല്ലേ പ്രിയപ്പെട്ടവരെ? ഈ മുഅ്മിന് പറയും, ഇത് റസൂല, ഇത് അല്ലാഹുവിന്റെ അടിമയാണ്. എന്നിട്ട് മലക്കൾ പറയും, ഖബറിന്ന് ഒരു നരകീയ സങ്കേതം കാണിച്ചു കൊടുക്കുമെന്ന് ഖബറാളിക്ക്. നീ നോക്കിക്കോ, നിന്റെ സങ്കേതം നോക്കിക്കോ. എന്നിട്ട് ആ മലക്കുകൾ പറയും, ഖദ് അബ്ദലകല്ലാഹു ബിഹി മഖഅദം മിനൽ ജന്ന, ഈ നരകമെന്ന സങ്കേതം നീ മുഅ്മിനായതുകൊണ്ട്, നീ റസൂലുള്ളാഹിനെ അനുസരിച്ചതുകൊണ്ട്, നീ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നിലപാടുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുകൊണ്ട് ഈ നരകമെന്ന സങ്കേതം നിനക്ക് സ്വർഗമാക്കിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി എന്ന് മലക്കുകൾ പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയോട് പറയുമെന്ന് അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ആ ഖബറിൻ്റെ ഗൗരവം നമ്മൾ അറിയണം. ആ ബർസഖിയായ ലോകം എല്ലാവർക്കുമുണ്ട്. ഖബറിടം നൽകുന്ന പാടെന്താ പ്രിയപ്പെട്ടവരെ? കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറിടം സന്ദർശിക്കുന്നത് നിങ്ങളെ ഞാൻ വിലക്കിയിരിക്കുന്നു. ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, എന്നിട്ട് പ്രവാചകൻ പറയാം, ഫസൂറുഹാ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം.
ഫഇന്നഹാ നിശ്ചയമാ കബറിടമുണ്ടല്ലോ തുദക്കിറുൽ മൗത്ത് മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മളൊരു ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ബോധ്യം എന്താ? തേച്ച് മിനുക്കിയ വസ്ത്രങ്ങളിട്ട് പൂ പോലെ സംരക്ഷിച്ച ഈ ശരീരത്തൊലിയും എല്ലാം മണ്ണോട് മണ്ണലിഞ്ഞ് മണ്ണിനോട് ചേർന്ന് വരുന്നൊരവസ്ഥ എനിക്കുണ്ടല്ലോ. ഞാൻ നാളെ ഖബറിൽ വെക്കപ്പെടുമല്ലോ. അങ്ങനെ വെച്ചാൽ 2 മലക്കുകൾ എൻ്റെ അരികിൽ കടന്നു വരുമല്ലോ. എന്നോട് ചോദിക്കുമല്ലോ, ഇതാരാണെന്ന്, നിന്റെ ദീനേതാണെന്ന്, ഈ കിതാബ് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ 1000 തവണ മനഃപ്പാടമാക്കിയാലും എനിക്ക് പറയാൻ കഴിയില്ല. എങ്ങനെയല്ലാതെ? എൻ്റെ റബ്ബിൻ്റെ തൃപ്തി അനുസരിച്ച് ജീവിച്ചിട്ടല്ലാതെ. ഇതാണ് പ്രിയപ്പെട്ടവരെ, ബർസഖിയായ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ആ ബർസഖിയായ ലോകത്തേക്ക് ഞാനും നിങ്ങളും എപ്പോഴാണ് യാത്രയാവുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഈ ജുമുഅ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്താകാം നാം ക്ഷണിക്കാതെ, നാം വിളിക്കാതെ, നാം അവസരമോ അനുവാദമോ കൊടുക്കാതെ നമ്മുടെ അരികിലേക്ക് വരുന്ന മരണം വരുന്നത്. മാക്സിമം പോയാൽ മഗ്‌രിബ് വരെയാണ്. ഇനി എടുക്കാലേ, വൈകിപ്പിക്കണ്ടല്ലോ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, എടുത്തു. പിന്നെ ബർസഖിയായ ലോകത്താണ്. മാറാനും മാറ്റി ചിന്തിക്കാനും നമ്മൾ തയ്യാറാകണം. ജീവിതത്തിലെ സുഹൃതങ്ങൾ ചെയ്ത് ജീവിതത്തെ റഹ്മാനായ റബ്ബിന് കീഴ്പ്പെട്ടവർക്ക് മാത്രമാണ് ബർസഖിയായ ലോകത്തും അതിനുശേഷമുള്ള ദാറുൽ ഖറാറിലും പരലോകത്തുമൊക്കെ വിജയമുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എണ്ണിയപ്പോൾ, ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എണ്ണിയപ്പോൾ വ്യത്യസ്തമായ ഒട്ടനവധി കാര്യങ്ങൾ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എൻ്റെ സമുദായം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നൊരവസ്ഥ, ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നൊരവസ്ഥ സംജാതമാകുമെന്നുള്ളത്. ഇന്നെൻ്റെ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെയും നമ്മുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലും ഫേസ്ബുക്ക് സ്റ്റോറികളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്ന, കേൾക്കാൻ ഇമ്പം തോന്നുന്ന, ഏറെ ഭയാനകമായ, ഏറെ ഗൗരവമേറിയ ചില കവിതാശകരങ്ങൾ. പലപ്പോഴും പണ്ടൊക്കെ പറഞ്ഞിരുന്നത്, അല്ലാഹുവല്ലാത്തവരെ സഹായത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അവരോട് ഞങ്ങൾ ഇസ്തിആന, സഹായം മാത്രമാണ് തേടുന്നത്, ഇസ്തിഗാസ, അവരോട് സഹായം മാത്രമാണ് ചോദിക്കുന്നത് എന്നാ പറഞ്ഞിരുന്നത്. അപ്പം അത് എത്തി ചില വ്യക്തികളുടെ പേരിനോട് തുലനം ചെയ്ത് റഹ്മാനായ റബ്ബിനെ സാദൃശ്യപ്പെടുത്തുന്ന ഏറെ ഗൗരവമേറിയ വാദങ്ങൾ നിസാരമല്ല. അത് കവിതയിലൂടെ പാടുമ്പോൾ ആളുകളത് ആനന്ദത്തോടുകൂടി കേൾക്കാനും ആ വിശ്വാസം ഹൃദയത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനും ഒക്കെയാണ് അവരുടെ ശ്രമം. ഇവർ പറയുന്നത്, പരിശുദ്ധ ഖുർആൻ ഇത്തരം വാദങ്ങളെ എത്ര വലിയ ഗൗരവത്തോടു കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മടവൂരാണ് അള്ളാഹു എന്നടക്കം പറയുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കോഴിക്കോട്ടുകാരനാണ്, ആ വ്യക്തിയെയാണ് റഹ്മാനായ റബ്ബുമായിട്ട് സാദൃശ്യപ്പെടുത്തുന്നത്. മുഅ്മിനീങ്ങളുടെ മനസ്സ് വിങ്ങേണ്ടതുണ്ട്, മുഅ്മിനീങ്ങളുടെ മനസ്സ് വേദനിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ എത്ര അധ്യാപനങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്കിത് ബോധ്യപ്പെടും.
ലൈസ കമിസ്ലിഹി ഷൈഉൻ. അല്ലാഹുവിനെ തുല്യനായ ആരുമില്ല, അവനോടൊപ്പം സാദൃശ്യപ്പെടുത്താൻ ആരുമില്ല. റഹ്മാനായ റബ്ബിന്റെ വചന. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പ്രിയപ്പെട്ടവരെ, ഹൽ തഅലമു ലഹു സമീയാ. എത്ര ആയത്തുകളിലൂടെയാണ് റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത്, റഹ്മാനായ റബ്ബിന് സമന്മാരോ, റഹ്മാനായ റബ്ബിനെ സാദൃശ്യപ്പെടുത്തുന്നവരോ? ആ ഒരു അവസ്ഥ അത്രയും ഗൗരവ. പണ്ട് മുതലേ പല ലേഖനങ്ങളിലൂടെയും ഒക്കെ എഴുതി വെച്ചു, അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും. ഇപ്പൊ അത് കൃത്യമായി പച്ച മലയാളത്തിൽ പറയുന്നൊരവസ്ഥ. നമ്മളെ ചെറിയ മക്കൾക്കടക്കം ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തില്ലേ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, എൻ്റെ പൊന്നുമോനെ നീ ശിർക്ക് ചെയ്യില്ലേ എന്ന ആ ഗൗരവം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെറിയ മക്കൾക്കടക്കം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. വലിയ ഗൗരവമാണ്, പലരും ഇത് അറിയാതെയാണ്. എത്രയെത്ര ഉമ്മമാരാണ് ഈ കവിതയുടെ ആ ഒരു മദ്ഹ് ഗാനത്തിൻ്റെ ഇമ്പം കേട്ട് അത് കാതോർത്ത് അത് വിശ്വസിക്കുന്നത്. വലിയ ബാധ്യതയാണ് നമുക്കുള്ളത് അവരോടൊക്കെ. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഇത്തരം വഞ്ചനകളിൽ യാതൊരുവിധ കാരണവശാലും ഉൾപ്പെടാതിരിക്കാൻ അഖീദ പഠിച്ചുകൊണ്ടേയിരിക്കണം, വിശ്വാസം പഠിച്ചുകൊണ്ടേയിരിക്കണം, ഈമാൻ പുതുക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഈമാൻ എന്നുള്ളത് വസ്ത്രം ഒരുമ്പിച്ചു പോകുന്നത് പോലെ ഒരുമ്പിച്ചു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഫസ്അലുല്ലാഹ അയുജദ്ദിദൽ ഈമാന. ഈമാൻ പുതുക്കി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ റബ്ബിനോട് സദാ ചോദിക്കണേ എന്ന അധ്യാപനവും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും മറക്കാൻ പാടില്ല. റഹ്മാനായ റബ്ബ് ഇത്തരം വലിയ ഫിത്നകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി, ശിർക്കിൻ്റെ കൂടാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി, മുഅ്മിനായി മുസ്ലിമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ സജീവ പ്രവർത്തകൻ്റെ ഉപ്പ ഏറെ പ്രയാസമായിക്കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ആ ഉപ്പക്ക് ശമനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു സഹോദരൻ്റെ അഭാവത്തിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് ആ ഉപ്പക്ക് ശിഫ നൽകി പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ റബ്ബേ ശിഫ നൽകണേ അല്ലാ. സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ പടച്ച റബ്ബേ എളുപ്പം നൽകണേ അല്ലാ. അല്ലാഹുവേ, കുടുംബജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ശാന്തതയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണയിലും ഞങ്ങളുടെ സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച് നിങ്ങളുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ദുആത്തുകൾ പലരും മരണപ്പെട്ടു പോയി. ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.